എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ മെയ് 14-ാം തീയതി മുതൽ മെയ് 20-ാം തീയതി വരെ നടക്കും. അപ്പോൾ മെയ് 14 മുതൽ മെയ് 20-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും അപേക്ഷ സമർപ്പിക്കണം. ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം ജില്ലകളിലേക്ക് വേണമെങ്കിൽ 2 കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് ഒന്നിലധികം ജില്ലയിലേക്ക് എത്ര ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ഓരോ ജില്ലയിലേക്കും ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ ID വീതം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി സെപ്പറേറ്റ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഹയർ സെക്കൻഡറിയിൽ സാധാരണ ഒരു കോഴ്സാണ് പഠിപ്പിക്കുന്നതെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു കോഴ്സും അതിനോടൊപ്പം എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള, അതായത് സംരംഭകത്വ വികസനം എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു സബ്ജക്റ്റും പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഹയർ സെക്കൻഡറിയിൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നില്ല, എന്നാൽ ഹയർ സെക്കൻഡറിയിൽ ഒരു തൊഴിലധിഷ്ഠിത സബ്ജക്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കണമെങ്കിൽ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും, അത് ഈ ഒരു വെബ്സൈറ്റ് വഴിയും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും സെപ്പറേറ്റ് അപേക്ഷകൾ നൽകേണ്ടതായിട്ടുണ്ട്. അപേക്ഷ നൽകാനായിട്ട് ഫീസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സാധാരണ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന രീതിയിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അത് സ്വന്തമായിട്ടോ അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെ അക്ഷയ ആയാലും ഇൻ്റർനെറ്റ് കഫേകൾ വഴിയാലും എങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാലും അപേക്ഷയിൽ യാതൊരുവിധ തെറ്റുകളും വരുത്താനായിട്ട് പാടുള്ളതല്ല. തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് വിദ്യാർത്ഥികൾ തിരുത്താനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസിൽ നിങ്ങളുടെ പേര്, അതുപോലെ SSLCയുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്നിവയൊന്നും യാതൊരു കാരണവശാലും തെറ്റിക്കരുത്. കാരണം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾ നൽകേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് അതിൽ നിങ്ങൾ യാതൊരു വിധത്തിലുള്ള തെറ്റുകളും വരുത്താൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നിലധികം ജില്ലയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നിലധികം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു നോട്ട് ബുക്കിലോ മറ്റോ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൂടാതെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനും ശ്രദ്ധിക്കുക. കാരണം മറന്നു പോകരുത്. കാരണം പല വിദ്യാർത്ഥികളും ആ ഒരു രീതിയിൽ മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി സെപ്പറേറ്റ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷിക്കാം, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. higher secondary admission hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി സെപ്പറേറ്റ് അപേക്ഷ നൽകണം. vhscap, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷനായിട്ട് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾ സെപ്പറേറ്റ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാം, ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്ന് നോക്കാം. ഒന്നാമത്തെ നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ ആവശ്യമാണ്. അടുത്തത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ആവശ്യമാണ്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആധാർ കാർഡ് നമ്പർ ഇല്ലാത്തവർക്ക് അത് പ്രത്യേകിച്ച് ആവശ്യമില്ല. ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ഈ ഒരു എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ റിസർവേഷൻ സംബന്ധിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കാസ്റ്റ് റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അതായത് +1 ഇപ്പോൾ 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 50 സീറ്റ് ജനറൽ കാറ്റഗറി വിഭാഗം വഴിയും അതുപോലെ തന്നെ 50 സീറ്റ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളുമാണ് ഉണ്ടാവുക. അത് ഫില്ല് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിസർവേഷൻ സംബന്ധിച്ചുള്ള ഈ ഒരു ഡീറ്റെയിൽസ് നൽകുന്ന സമയത്ത് നിങ്ങളുടെ ജാതി എന്താണ്, മതം എന്താണ്, അതുപോലെ കാറ്റഗറി, അതായത് നിങ്ങളുടെ ജാതി ഉൾപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ടാവും. അപ്പോൾ ആ ഒരു വിഭാഗം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക. തെറ്റിപ്പോയത്. കാരണം അഥവാ റിസർവേഷനുള്ള സീറ്റിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നൽകിയ വിവരങ്ങൾ തെറ്റാണെങ്കിൽ സ്കൂളിൽ പോയാൽ അഡ്മിഷൻ കിട്ടില്ല. അതേസമയം ജനറൽ സീറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടാവുകയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് ഉദാഹരണം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഒരു ഇയവ വിഭാഗത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ കാറ്റഗറി എന്ന് പറയുന്നത് ETB ആണ്. അതായത് ഇയവ, തിയ, ബില്ലാവ എന്നിവ ഉൾപ്പെടുന്ന ETB കാറ്റഗറിയാണ് വരിക. ചില വിദ്യാർത്ഥികൾ ഈ ഒരു ഇയവ കാറ്റഗറിയുടേത്, അതായത് ഇയവ വിഭാഗത്തിൻ്റെ ആ ഒരു ജാതിയുടെ കാറ്റഗറി നൽകുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു മറ്റേതെങ്കിലും വിഭാഗങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കരുത്. കൃത്യമായിട്ട് നിങ്ങളുടെ വിഭാഗം കാറ്റഗറി ഏതാണ് അതനുസരിച്ച് കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ്, ആധാർ നമ്പർ, ഇതുപോലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ജാതി സംബന്ധിച്ച് റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ, SC/ST വിഭാഗം ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/BC OBC ഇതുപോലുള്ള വിഭാഗം ആണെങ്കിൽ
ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ഇതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അപേക്ഷ നൽകാനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും മാത്രം മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതണം. അപ്പോൾ ഈ ഒരു ആദ്യം പറഞ്ഞതുപോലെ SSLCയുടെ ആ ഒരു രജിസ്റ്റർ നമ്പർ, ആധാർ കാർഡ്, അതുപോലെ തന്നെ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ റിസർവേഷൻസിൻ്റെ ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു മൊബൈൽ നമ്പർ ആവശ്യമാണ്. അതായത് OTP വരാനായിട്ട് ഒരു മൊബൈൽ നമ്പർ ആവശ്യമാണ്. ഒന്നുകിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെയോ നമ്പർ കൊടുക്കുക. നിങ്ങളോടൊപ്പം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന ആരുടെയാണോ അവരുടെ നമ്പർ കൊടുക്കാവുന്നതാണ്. കാരണം എല്ലാ പാരൻസും വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. ചിലർ ഇപ്പോൾ നാട്ടിലുണ്ടാവും, എന്നാൽ ചില സമയത്ത് ഗൾഫിലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെ പോകുന്നവരുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ മൊബൈൽ ഫോൺ കൂടി എടുത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ മൊബൈലിലേക്ക് വരുന്ന OTP, അതായത് അങ്ങോട്ടേക്കൊന്നും വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു നെറ്റ്വർക്കിൽ നിന്നുള്ള ഈ ഒരു SMS കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് OTP കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല. കാരണം ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥി ഇതേപോലെ ആ ഒരു വിദ്യാർത്ഥിയുടെ അച്ഛൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു മൊബൈൽ എടുത്തുകൊണ്ട് ആ ഒരു വിദ്യാർത്ഥിയുടെ പാരൻറ്റ് വിദേശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു എഡിറ്റ് ചെയ്യാനുള്ള സമയത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നുകിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ നൽകുക, അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം വരെ നിങ്ങളോടൊപ്പം വീട്ടിലുണ്ടാവാൻ സാധ്യതയുള്ളത് ആരാണോ അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ റീചാർജ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം, കാരണം OTP ഒക്കെ വരാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ആണ്. ടൈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു വിവിധ ക്ലബ്ബുകൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വിവിധ ക്ലബ്ബുകൾക്ക് ഉണ്ടെങ്കിൽ, അതായത് മാത്സ് ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, അതുപോലെ തന്നെയുള്ള സൗഹൃദ ക്ലബ്ബ്, ഇതുപോലെ വിവിധ ക്ലബ്ബുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബുകൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ക്ലബ്ബ് ഉള്ളതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു A4 ഷീറ്റിൽ ജസ്റ്റ് ആ ഒരു ഫോം പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ ഇന്ന ക്ലബ്ബിന് നിങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസൊക്കെ രേഖപ്പെടുത്തി നിങ്ങൾക്ക് സ്കൂൾ സീൽ വെച്ചിട്ട് തരുന്ന ഒരു പേപ്പറിലാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, അതായത് ക്ലബ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ലബ് സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നൽകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ LSS, USS, NMMS ഇതുപോലുള്ള വിവിധ പരീക്ഷകൾ നിങ്ങൾ മുമ്പ് എഴുതിയിട്ടുണ്ടാകും. അത് 4ലോ 8ലോ ഒക്കെ വെച്ചിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു പരീക്ഷ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ടൈ ബ്രേക്കിനായിട്ട് അത് ഉപയോഗിക്കും. ടൈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് 2ൽ കൂടുതൽ വിദ്യാർത്ഥി അല്ലെങ്കിൽ 2 വിദ്യാർത്ഥികളുടെ റാങ്ക് ഏകദേശം സെയിം ആയിട്ട് വരുന്ന സാഹചര്യത്തിൽ അതിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ഫസ്റ്റ് ഉൾപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഈ ഒരു ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മുൻഗണന കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു സ്കൂൾ കോഴ്സ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളും കോഴ്സുകളും ആയിരിക്കണം നൽകേണ്ടത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. എനിക്കിപ്പോൾ ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും അതുപോലെ കൊമേഴ്സും മാത്രമേ പഠിക്കാൻ താല്പര്യമുള്ളൂ. എൻ്റെ വീടിൻ്റെ അടുത്ത് എനിക്ക് പോകാൻ സാധിക്കുന്ന ഒരു 3 സ്കൂൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 3ൽ കൂടുതൽ, അതായത് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിൽ നൽകാം. ഞാൻ ജസ്റ്റ് എൻ്റെ വീടിനടുത്തുള്ള 3 സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്ഷൻ നൽകുന്ന സമയത്ത്, അതായത് ഞാൻ ജസ്റ്റ് ഓരോ സ്കൂളിൻ്റെ പേര് A, അതുപോലെ B, അതുപോലെ തന്നെ C എന്ന് കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ബയോളജി സയൻസ് ആണ് കൂടുതൽ പ്രയോറിറ്റി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഒരു സ്കൂളിൻ്റെ A എന്ന സ്കൂളിൻ്റെ കോഡ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ആ സ്കൂളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം അവിടെയുള്ള കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നാമത്തെ കോഡാണ് ബയോളജി സയൻസിൻ്റേത്. അപ്പോൾ ഈ ഒരു ബയോളജി സയൻസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ A എന്ന സ്കൂളിൽ മറ്റൊരു കോഴ്സല്ല കൊടുക്കുക, നേരെ B എന്ന സ്കൂളിലേക്ക് പോയിട്ട് അവിടെ ഒന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ബയോളജി സയൻസ് ഓപ്ഷൻ കൊടുക്കുന്നു. പിന്നീട് മൂന്നാമതായിട്ട് അടുത്ത C എന്ന സ്കൂളിൽ ഞാൻ ഒന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ബയോളജി സയൻസ് ഓപ്ഷൻ കൊടുക്കുന്നു. ഈ ഒരു രീതിയിൽ 3 സ്കൂളിലേക്ക് ബയോളജി സയൻസ് കൊടുത്തു. അതിനുശേഷം ഞാൻ ചെയ്യുക, അടുത്ത ഇതേ ക്രമത്തിൽ തന്നെ A എന്ന സ്കൂളിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കും, B എന്ന സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കും, C എന്ന സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കും. അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ കൊമേഴ്സ് കൂടി എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് എൻ്റെ ഈ ഒരു ഏഴാമത്തെ ഓപ്ഷനായിട്ട് A എന്ന സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസിലെ കൊമേഴ്സ് കൊടുക്കും, B എന്ന സ്കൂളിൽ കൊമേഴ്സ് കൊടുക്കും, C എന്ന സ്കൂളിൽ കൊമേഴ്സ് കൊടുക്കും. ഈ ഒരു രീതിയിൽ, അതായത് നമ്മുടെ പ്രയോറിറ്റി ഏത് കോഴ്സിനാണോ അതിനനുസരിച്ച് വേണം ആദ്യം കൊടുക്കാനായിട്ട്. ആദ്യം നമ്മൾ ഇഷ്ടപ്പെട്ട കോഴ്സുള്ള സ്കൂളുകൾ ഏതൊക്കെയാണോ ആ ഒരു സ്കൂളുകളിലൊക്കെ നിങ്ങൾ ആദ്യം ഓപ്ഷൻസ്, അതായത് ആ ഒരു സ്കൂളുകളിലെല്ലാം ആദ്യം ബയോളജി സയൻസ് ആണ് താല്പര്യമുള്ളതെങ്കിൽ എല്ലാ സ്കൂളിലും ബയോളജി സയൻസ് ആദ്യം കൊടുക്കുക. പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് ആണ് താല്പര്യമുള്ളതെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുക. പിന്നീട് കൊമേഴ്സ് ആണ് വേണ്ടതെങ്കിൽ കൊമേഴ്സ് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കണമെന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് ഓപ്ഷനായിട്ട് പോയിട്ട് ഹ്യൂമാനിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് ബയോളജി സയൻസ് പഠിക്കാനാണ് താല്പര്യമുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ആ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഏറ്റവും ലാസ്റ്റത്തെ ട്രാൻസ്ഫറിനാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ അവസരം ലാസ്റ്റ് ട്രാൻസ്ഫർ കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് മാത്രമേ ആദ്യത്തെ ഓപ്ഷനുകളായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ മെയ് 14 മുതൽ മെയ് 15 തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു
അലോട്ട്മെൻറ്റിനായിട്ട്, അതായത് മെയ് 14 മുതൽ മെയ് 18 മെയ് 20 തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഏകദേശം മെയ് 28 തീയതിയോടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ജൂൺ 2 തീയതിയോടെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് താല്പര്യമുള്ള സ്കൂളിലേക്കും കോഴ്സുകളിലേക്കും മാത്രം ഓപ്ഷൻസ് കൊടുക്കുക. താല്പര്യമില്ലാത്ത കോഴ്സോ അല്ലെങ്കിൽ സ്കൂളുകളോ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കരുത്. അതുപോലെ നിങ്ങളുടെ വീടിനടുത്ത് നിന്ന് നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാനും അതുപോലെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരാനും ഏറ്റവും കൂടുതൽ ദൂരം കുറവുള്ള സ്കൂളുകളായിരിക്കും നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. കാരണം മുൻ വർഷം പല വിദ്യാർത്ഥികളും വളരെയധികം ഈ ഒരു സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും പോകാനായിട്ട് വളരെയധികം ദൂരമുള്ള സ്കൂളിലൊക്കെ ഓപ്ഷൻ കൊടുക്കുകയും പിന്നീട് അത് മാറ്റാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറായി മാറാം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ പഠിക്കാൻ കൂടുതൽ താല്പര്യം, ഏത് കോഴ്സിനാണ് താല്പര്യം, അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.